ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശിൻ്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിൽ ഒരു സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആദർശിൻ്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും. കാരണം നമ്മളൊക്കെ കാണുവാൻ ആഗ്രഹിച്ച ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണും. ആദ്യ എപ്പിസോഡുകളിലൊക്കെ വീണ്ടും പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അവസാനം ഒരു കുട്ടിക്കലാശം എത്തുന്നു എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ വീക്കിലി പ്രൊമോയുടെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഈ ആദ്യ ഭാഗത്ത് കാണുന്നത് ദേവയാനിക്ക് വീണ്ടും പ്രശ്നങ്ങളാകുകയാണ്. അഡ്മിറ്റായ ദേവയാനിക്ക് വളരെ പ്രതിസന്ധിയിലേക്ക് വരികയാണ്. ജീവൻ നിലനിർത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു. നയനയുടെ രക്തമാണ് ദേവയാനിയുടെ ശരീരത്തിലൂടെ ഓടുന്നത് എന്ന് അനന്തപുരിയിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ, നയനയ്ക്കുമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ദേവയാനിയെ വന്ന് കണ്ട പലരും അല്ലെങ്കിൽ നയനയുടെ മെയിൻ ശത്രുക്കളായ ജലജയും അതുപോലെ ഇപ്പോൾ ജാനകിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ നയനയെ തന്നെയാണല്ലോ. നയനയാണ് ഇത് ചെയ്തത്. ഏടത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ തന്നെയാണ്. അവളെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം, അത് എത്രയും വേഗം സുഖം പ്രാപിച്ച് വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജാനകിയും ജലജയും ഒക്കെയാണല്ലോ. എന്നാൽ സുഖം പ്രാപിക്കുവാൻ അല്പം ബുദ്ധിമുട്ടായ അവസ്ഥയാണ് ഈ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ശരീരത്തിൽ ഏറ്റ വിഷം ദേവയാനിയുടെ കരളിനെ ബാധിക്കുകയാണ്. ശരീരത്തിൻ്റെ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു വിഷമാണല്ലോ ഈ അനാമികയുടെ അച്ഛൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രായമെത്തിയ ഈ ദേവയാനിക്ക് അത് വലിയ പ്രശ്നമായി മാറുകയും അങ്ങനെ ഹൃദയത്തിന് കംപ്ലൈൻറ്റ് വരിക, ഹൃദയം തകർന്നു പോകുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ എത്രയും വേഗം ഡോക്ടർ ഈ അറിയിപ്പ് കൊടുക്കുകയാണ്, ദേവയാനിയുടെ ഹൃദയത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, എത്രയും വേഗം ഇനി ഇതിൻ്റെ അകത്ത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദേവയാനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഹൃദയം ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. ചുരുങ്ങിപ്പോയ അവസ്ഥയിൽ ഇനി എന്താണ് ചെയ്യുവാനുള്ള? കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷേ ഹൃദയം ആരെങ്കിലും കൊടുക്കണമല്ലോ. ഒന്നെങ്കിൽ ഡാമേജ് വന്ന സ്ഥലം മാറ്റി അവിടെ വേറെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം പകുത്ത് വെക്കുന്ന ഒരു സമ്പ്രദായം ഒരു മെഡിക്കൽ എത്തിക്സിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട്. അതിലേക്ക് ഡോക്ടർമാർ നിർദ്ദേശം കൊടുക്കുകയാണ്, ഹൃദയം പകുത്ത് വെക്കണം. ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇനി പ്രതിവിധി. അല്ലാത്ത പക്ഷം ദേവയാനിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മെഡിക്കലിന് ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മരുന്നുകൾക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ദൈവങ്ങളിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനന്തപുരി തറവാട്ടിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന ചില വാർത്തകളാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. ഇത് ആദർശൻ്റെ അച്ഛനും ഒക്കെ ഉൾക്കൊള്ളുവാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അങ്ങനെ വലിയ കണ്ണീരിൻ്റെ അവസ്ഥയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കടന്നു പോകുന്നത്. ഈ സമയത്തും രോഗാവസ്ഥയിൽ കിടക്കുന്ന ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന ജലജിയും ജാനകിയും ഒക്കെ, അങ്ങനെ അനാമികയൊക്കെ ഈ അവസ്ഥ അറിയുന്നില്ല, ദേവയാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇത് കേസാകില്ല എന്നുള്ളൊരു വലിയൊരു ആശ്വാസത്തിലാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ. എന്തായാലും ഇത് വലിയ പുലിവാലാകുമെന്നുള്ളത് ഈ അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാം. നമ്മുടെ അനാമികയുടെ കട്ടയം മടങ്ങുന്ന ഒരു ദിവസമായിരിക്കും അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കാണുന്ന. അങ്ങനെ ഇനി ഹൃദയം പകുത്തു വെക്കാതെ ദേവയാനിക്ക് രക്ഷയില്ല, ദേവയാനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന വാർത്ത ആദർശിനെ വളരെ തകർത്ത് കളയുകയാണോ. എന്ത് ചെയ്യണമെന്നറിയാം. ദൈവങ്ങളുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞ് ആദർശ് മലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത് വഴിപാടുകൾ കഴിക്കുന്നു. എങ്ങനെയെങ്കിലും അമ്മ മടങ്ങി വരണം, അതിന് ജീവൻ ലഭിച്ച് മടങ്ങി വരണം, ആരോഗ്യവതിയായി മടങ്ങി വരണം എന്നൊക്കെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. ഈ സമയത്ത് ഡോക്ടറിൻ്റെ ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ, ഹൃദയം പകുത്തു വെക്കുക. ഇതിന് ആളിനെ കിട്ടണ്ടേ. ആ സമയത്താണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സെയിമായ അല്ലെങ്കിൽ ബ്ലഡ് കൊടുത്ത നയന ഇതിന് തയ്യാറാകുന്ന ഒരു ട്വിസ്റ്റ് ഒക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പോകുന്ന. നയന പറയുകയാണ്, എൻ്റെ ഹൃദയം ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം. എന്നെയാണല്ലോ എല്ലാവരും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണെങ്കിലും ആദർശേട്ടന് സന്തോഷമായിരിക്കണം, ആദർശേട്ടൻ്റെ അമ്മ സുഖം പ്രാപിക്കണം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ആദർശേട്ടന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം പകുത്തു തരുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണോ. ഈ സമയത്ത് ആദർശം വിലക്കുന്നുണ്ട്. ആദർശം
ആദർശിൻ്റെ അച്ഛനും വിലക്കുകയാണ്, മോള് അങ്ങനെയൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ചെറുപ്രായമാണ്. പക്ഷേങ്കിൽ ഈ ഒരു നിർദ്ദേശം അടിയുറച്ചതായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം നയനയുടെ അഭിപ്രായം അടിയുറച്ചതായിരുന്നു. ഇല്ല, ഞാൻ പകുത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ ചങ്കെന്ന് പാളുന്നുണ്ട് കേട്ടോ. നയനയുടെ ഹൃദയം പറിച്ചു കൊടുക്കുമ്പോൾ, പകുത്തു കൊടുക്കുമ്പോൾ അതിന് നയനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ, അല്ലെങ്കിൽ നയനൻ്റെ ജീവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒന്നാമത് ഈ ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നയന തലകറങ്ങി വീഴുകയും ശാരീരികമായി അസ്വസ്ഥതയൊക്കെ ഉണ്ടായത് ആദർശന് നല്ല ഓർമ്മ വരികയാണ്. അപ്പം ഒരു കാരണവശാലും ആദർശം സമ്മതിക്കുന്നില്ല. പക്ഷെങ്കിൽ തൊട്ട് അപ്പുറം കിടക്കുന്ന തൻ്റെ അമ്മയാണല്ലോ എന്നൊരു വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളൊക്കെ ആദർശന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഇത് തൻ്റെ ഹൃദയം പകുത്തു കൊടുക്കാൻ തയ്യാറാകുകയും ഡോക്ടറിനെ ആ നിർദ്ദേശം അറിയിക്കുകയും അല്ലെങ്കിൽ ഡോക്ടറോട് ആ കാര്യം പറയുകയും ഡോക്ടർ അത് എന്തുകൊണ്ടും നല്ലതാണ്, ഇപ്പോൾ നിലവിൽ ദേവയാനിയെ രക്ഷിക്കുവാൻ നയനയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. കാരണം ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണ്, അതുപോലെ തന്നെ ഹൃദയവും പകുത്തു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അതിന് തയ്യാറാകണം. അങ്ങനെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മുടെ നയന തൻ്റെ ഹൃദയം തൻ്റെ അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ ദേവയാനിക്ക് പകുത്തു കൊടുക്കുന്ന ഒരു നല്ലൊരു നിമിഷമൊക്കെയാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയെങ്കിലും ആദർശ് അതിന് സമ്മതം മൂളുന്നു, ആദർശിൻ്റെ അച്ഛൻ സമ്മതം മൂളുന്നു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അതിൽ വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും ദേവയാനിയെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി അതിന് നിർബന്ധിതയായി മാറുന്നതൊക്കെ അനുഭവമാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ നയനയെ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എന്തായാലും കൺഫേമാണ്, ദേവയാനിക്ക് ഈ ഹൃദയം പകുത്തു കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നൊക്കെ എഗ്രിമെൻ്റൊക്കെ എഴുതി. അതിനിടയിൽ ആദർശ് തൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവമായിട്ട് അമ്പലത്തിൽ പോകുന്ന നയനയും അമ്പലത്തിൽ പോകുന്ന അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. മാലയിട്ട് വന്നിരിക്കുന്ന തൻ്റെ പ്രാർത്ഥന, അയ്യപ്പ കേൾക്കണേ, എൻ്റെ അമ്മേനെ മടക്കിത്തരണേ, എൻ്റെ അമ്മേനെ മാത്രമല്ല ആദർശൻ്റെ പ്രധാന പ്രാർത്ഥന എന്ന് പറയുന്നത് നയനയെ തിരിച്ചറിഞ്ഞ് നയനയെ സ്നേഹിക്കുന്ന, ഞാൻ മല ചവിട്ടി മടങ്ങി വരുമ്പോൾ നയനയെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ എനിക്ക് കിട്ടണേ എന്നാണ് ആദർശ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ആ പ്രാർത്ഥന ഫലവത്താകുന്ന അല്ലെങ്കിൽ അത് ആദർശന് സന്തോഷകരമാകുന്ന ഒരാഴ്ചയൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ച. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ നയനയുടെ ഹൃദയം പകുത്തു കൊടുത്ത് ദേവയാൻ്റെ ജീവൻ രക്ഷിക്കുന്ന നല്ലൊരു മനോഹരമാകുന്ന ഒരു എപ്പിസോഡുകളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അതിന് എതിരെ ആരൊക്കെ നിന്നാലും ആദർശൻ്റെ അച്ഛനും തൻ്റെ കൂടെയാണ്, മുത്തശ്ശൻ തൻ്റെ കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി നയനയും ആ നല്ലൊരു കർമ്മത്തിൽ അല്ലെങ്കിൽ ആ നല്ല ഒരു തൻ്റെ അമ്മയെ അല്ലെങ്കിൽ അമ്മായിമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി 100% മനസ്സ് ഒരുക്കപ്പെടുത്തുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിനു ശേഷം ആദർശൻ്റെ അച്ഛനൊക്കെ മലയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ തൻ്റെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്നും ദേവയാന ശരീരത്തോടെ ഓടുന്ന രക്തം നയനയുടേതാണെന്നും തൻ്റെ ഹൃദയത്തിൻ്റെ പാതി നയനയുടേതാണെന്നും തിരിച്ചറിവ് ദേവയാനിക്ക് ഒരുപാട് മനസ്സിന് മാറ്റമുണ്ടാക്കുകയും അങ്ങനെ നയനയെ ചേർത്ത് പിടിച്ച് ഇനി നയനയ്ക്ക് അനന്തപുരി തറവാട്ടിൽ തൻ്റെ ദേവയാനിയുടെ മോളായിട്ട് വാഴുവാനുള്ള അവസരങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തോടു കൂടി കാണാൻ പോകുന്നത്. എന്തായാലും എല്ലാ ദിവസവും ഞങ്ങൾ റിയൽ വിശേഷവും പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് വീക്കിലി പ്രമോയാണ്. എന്തായാലും അടുത്ത ആഴ്ച നല്ല അടിപൊളി എപ്പിസോഡാണ്. ആരും കാണാൻ മറക്കരുത്, കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓരോ ദിവസവും റിയൽ വിശേഷവും പ്രമോ വിശേഷമായി ഞങ്ങൾ വരും. അപ്പോൾ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.